നമസ്കാരം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യേണ്ടതായി വന്നേക്കാം. അതിനൊക്കെയും നമ്മുടെ കർമ്മഫലങ്ങളെ മാത്രം കുറ്റപ്പെടുത്തിയാലോ അല്ലെങ്കിൽ കുറ്റം പറഞ്ഞാലോ പഴി പറഞ്ഞിട്ടോ മാത്രം കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന ചില വാസ്തുപരമായ തെറ്റുകളും നമ്മുടെ ജീവിതത്തിലേക്ക് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടുവന്ന് ഭവിപ്പിക്കും. അതായത് ദാമ്പത്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ശാരീരിക വ്യതകൾ, മാനസിക ബുദ്ധിമുട്ടുകൾ, ഭവനത്തിലൊരു ശാന്തിയും സമാധാനവും ഇല്ലാത്ത അവസ്ഥ, ആകെ ഒരു തകിടം മറിഞ്ഞ അവസ്ഥ. ഇതൊക്കെയും നമ്മുടെ കർമ്മഫലമാണ്, അല്ലെങ്കിൽ ദശാസന്ധി പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ ദശാകാലത്തിൻ്റെതായ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞ് മാത്രം ഒഴിവാക്കിയാൽ പോരാ. നമ്മളാൽ ചില തെറ്റുകൾ നമ്മുടെ ഭവനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം കൂടി നമ്മളിലും നമ്മുടെ കുടുംബത്തിലുള്ള മറ്റംഗങ്ങൾക്കും അനുഭവിക്കേണ്ടതായി വന്നേക്കാം. കൂടുതലും അത് ബാധിക്കുന്നത് കൊച്ചു കുട്ടികളെ ആയിരിക്കും. കാരണം കൊച്ചു കുട്ടികളിൽ ബാധിക്കുന്ന നിമിത്തം മുതിർന്ന ആളുകളും കൂടുതൽ വിഷമങ്ങളിലേക്ക് മാറ്റപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അനുഭവിക്കേണ്ടതായി വരും. കാരണം കൊച്ചു കുട്ടികളാണ്, അവരെ നോക്കുകയും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് വലിയ ആളുകളാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നിർത്താതെയുള്ള കരച്ചിലുകൾ, ബുദ്ധിമുട്ടുകൾ അതൊക്കെ വന്നാൽ അത് കൂടുതലും മുതിർന്നവരെ ആയിരിക്കും ബാധിക്കുന്നത്. കാരണം ആശുപത്രി എടുത്തുകൊണ്ട് ഓടേണ്ടത് മുതിർന്നവരാണ്, അല്ലെങ്കിൽ അവരെ പരിപാലിക്കേണ്ടത് ഒക്കെ മുതിർന്നവരാണ്. അവർക്കും കൂടുതൽ വ്യതകൾ വന്ന് ഭവിക്കും. അപ്പോൾ വാസ്തു സംബന്ധമായ ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. അല്ലാത്ത പക്ഷം നമ്മൾക്ക് അടിക്കടിയുള്ള സാമ്പത്തിക ബാധ്യതകൾ, കൂടുതൽ കടങ്ങളിലേക്കും ബുദ്ധിമുട്ടുകളിലേക്കും ദുരിതത്തിലേക്കും സാമ്പത്തികമായി ആകെ ഒരു ഇല്ലാത്ത അവസ്ഥ, അത് തന്നെയാണ് ഇത്, തീർത്തും ഇല്ലാത്ത അവസ്ഥയിലേക്കും ഒക്കെ പോകാൻ ചില കാര്യങ്ങൾ നിമിത്തം നമ്മൾക്ക് വന്ന് ഭവിക്കുക, അല്ലെങ്കിൽ ബാധ്യതയായി നമ്മളുടെ ജീവിതത്തിലേക്ക് എത്തപ്പെടുന്നുണ്ട്. ഇതിൽ ആദ്യമായി ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്, നമ്മളേവരും ചെടികൾ നട്ടു പരിപാലിക്കാൻ അല്ലെങ്കിൽ മരങ്ങളൊക്കെ നട്ടു വളർത്താൻ ഇഷ്ടപ്പെടുന്നവരാണ്. കാരണം സസ്യലതാദികൾ വളരുന്നത് നമ്മുടെ ഒരു ഊർജ്ജത്തിനും പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് എത്തുന്നതിനും ഒക്കെ സഹായിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ ഭവനത്തിലേക്ക് ഒരു പോസിറ്റിവിറ്റി കടന്നു വരുന്നതിന് ഈ സസ്യലതാദികൾ, ആ ഒരു പച്ചപ്പ്, ആ ഒരു തളർപ്പൊക്കെ വളരെയധികം ഉത്തമമായ കാര്യമാണ്. നമ്മൾ ഒരു ചെടികൾ അല്ലെങ്കിൽ മരങ്ങളൊക്കെ നട്ടു വളർത്തുന്നത് ഒരു തണലുണ്ടാകാനും ആ ഒരു തണലിൻ്റെ അല്ലെങ്കിൽ ആ ഒരു തണുപ്പ് നമ്മളിലേക്ക് എത്തുന്നതിനും ഒക്കെ വേണ്ടിയാണ്. ചെടികളിലൂടെ അപ്പോൾ ഈ ചെടികളിലൂടെ തന്നെ എന്തെങ്കിലുമൊക്കെ വാസ്തുസംബന്ധമായ പ്രശ്നങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തുമെന്ന് ആരും തന്നെ മനസ്സിലാക്കാതെയാണ് ചില ചെടികളൊക്കെ നട്ടു വളർത്തുന്നത്. അത് വളർന്ന് വലിയ മരമായതിനു ശേഷമായിരിക്കും ഇതൊക്കെ നടാൻ പാടില്ല അല്ലെങ്കിൽ നട്ടാൽ പ്രശ്നമാണ് എന്നറിയുന്നത്. പിന്നെ മുറിക്കേണ്ടി വരും. അത് മുറിക്കുന്നതും ചിലപ്പോൾ പ്രശ്നത്തിന് കാരണമാകും. അതൊക്കെ കണ്ണു മറിഞ്ഞുമൊക്കെ ചെയ്തതിന് ശേഷമേ ഒരു മരം മുറിച്ചു മാറ്റാനായി പാടുള്ളൂ. അല്ലെങ്കിൽ അത് കുടുംബത്തിന് ദോഷത്തിനും ഒക്കെ ആയുസ് ദോഷത്തിന് വരെ കാരണമായി ഭവിച്ചേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് വീട്ടുവളപ്പിൽ നടാൻ പാടില്ല കുറച്ച് ചെടികൾ അല്ലെങ്കിൽ കുറച്ച് മരങ്ങളെക്കുറിച്ചാണ്. അത് ആയുസ്സിന്, കുടുംബത്തിലെ അംഗങ്ങൾക്ക് ആയുസ്സിന് വരെ ദോഷം ചെയ്യും എന്നതിനെക്കുറിച്ചാണ്. ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായി ശ്രമിക്കുക. വാസ്തുശാസ്ത്രപ്രകാരം ചില ചെടികൾ നമ്മുടെ വീടിനും പരിസരത്തും നട്ടുപിടിപ്പിക്കുന്നത് നിമിത്തം വളരെ വലിയ പ്രശ്നങ്ങളാണ് നമ്മൾ അനുഭവിക്കേണ്ടതായി വരുന്നത്. രോഗങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അങ്ങനെ പോകുന്നു നമ്മൾക്ക് അനുഭവത്തിൽ വരുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ നമുക്ക് ചുറ്റും നെഗറ്റീവ് ഊർജ്ജം പകരുന്ന ഇത്തരത്തിലുള്ള ചെടികൾ, അല്ലെങ്കിൽ നമ്മളുടെ ഭവനത്തിലേക്ക് സാമ്പത്തിക ബാധ്യതകളെ കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള ചെടികൾ അല്ലെങ്കിൽ മരങ്ങൾ നമ്മൾ മുറിച്ചു മാറ്റേണ്ടത് അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ മാറ്റേണ്ടതായ അല്ലെങ്കിൽ വളർത്താൻ പാടില്ലാത്ത ആദ്യത്തെ ചെടി, സസ്യം, അത് ഏതെന്ന് ചോദിച്ചാൽ ഈന്തപ്പനയാണ്. ഈന്തപ്പഴം ദിവസത്തിൽ 1 അല്ലെങ്കിൽ 2 3 കഴിക്കുന്നത് ആരോഗ്യത്തിന് ഉത്തമമൊക്കെയാണ്. പക്ഷേ എങ്കിലും ഇത് വീട്ടിന് അല്ലെങ്കിൽ പരിസരത്തോ നട്ടു പരിപാലിക്കുന്നത് ഉത്തമമായ കാര്യമല്ല. കുടുംബത്തിൽ ദുഃഖങ്ങൾ അടിക്കടി ഉണ്ടാകുന്നതിനും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും ഇത് കാരണമാകും. അതുകൊണ്ട് തന്നെ വീടിന് സമീപം ഈന്തപ്പന വളർത്താൻ പാടുള്ളതല്ല. അത് ആരോഗ്യത്തിന് നല്ലതല്ലേ, അങ്ങനെ നല്ലതാണെന്ന് കരുതി നമ്മൾ ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടി നട്ടു വളർത്താറുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ നട്ടു വളർത്തുന്നത് ആരോഗ്യത്തിന് ഉത്തമമായിരിക്കാം. പക്ഷേ ഇത് കുടുംബത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാകുന്നതിനും സാമ്പത്തിക ഞെരുക്കം, നിങ്ങളിലേക്ക് സമ്പത്ത് എത്താത്തൊരവസ്ഥ യൊക്കെ വന്ന് ഭവിക്കുന്നതിനും കാരണമായി ഭവിക്കും. രണ്ടാമത്തേതായി വളർത്താൻ പാടില്ലാത്ത ചെടി അല്ലെങ്കിൽ മരം ഏതെന്ന് ചോദിച്ചാൽ പുളിമരമാണ്. പുളിമരം വീട്ടിൽ നെഗറ്റീവ് ഊർജം നിറയുന്നതിന് കാരണമാകുന്നുണ്ട്. തണൽ തരുന്നതാണ്, പുളിയാണ്, നമ്മൾക്ക് കറി വയ്ക്കാനായിട്ട് അല്ലെങ്കിൽ പാചകത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. എങ്കിൽ പോലും പുളിമരം വീട്ടിൽ നട്ടുവളർത്താൻ പാടുള്ളതല്ല. വാസ്തുശാസ്ത്രം പറയുന്നതനുസരിച്ച് ഇതുള്ള വീടുകളിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ ഭിന്നതകൾ, അതായത് വാക്കിന് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് ഒരു ഒത്തൊരുമയില്ലാത്ത അവസ്ഥ സംജാതമാകുന്നതിന് പുളിമരം നിമിത്തം കാരണമാകുന്നുണ്ട്. ഇന്നത്തെ കാലത്തെ വീടുകളിൽ പുളിമരം അങ്ങനെ സാധാരണ കാണാറില്ല. പണ്ടുള്ള കാലങ്ങളിൽ വീടുകളിലൊക്കെയും ഉള്ളതാണ് ഈ പുളിമരം. അങ്ങനെയുള്ള വീടുകളിലൊക്കെ ഇപ്പോൾ ആളുകൾ അകന്ന് തമ്മി കഴിയേണ്ട അവസ്ഥയൊക്കെ, നന്ന സ്നേഹത്തിൽ കഴിഞ്ഞവരാണെങ്കിൽ പോലും അകന്ന് കഴിയേണ്ടത്. അത് ചിന്തിക്കുന്നില്ല
ഇങ്ങനെ ഒരു മരം വളർന്നതാണ് നമ്മൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം. അടിക്കടിയുള്ള വഴക്കുകൾ, സ്നേഹത്തോടെ കഴിഞ്ഞവർ പോലും നിമിഷ നേരം കൊണ്ട് വഴക്കിലേക്കും വക്കാണത്തിലേക്കും ഒക്കെ മാറേണ്ട ഒരു അവസ്ഥ കൂടി ഇവിടെ സംജാതമാകുന്നുണ്ട്. അതുകൊണ്ട് ഇനി പുളിമരം നട്ടു പരിപാലിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. കുടുംബത്തിലെ ആളുകൾ തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലാതെ വരുന്ന അവസ്ഥയ്ക്കും അല്ലെങ്കിൽ ഒരു സ്വൈര്യമില്ലാത്ത അവസ്ഥ കുടുംബത്തിൽ ഉണ്ടാകുന്നതിനും ഇങ്ങനെ പുളിമരം നിമിത്തം കാരണമായി ഭവിച്ചേക്കാം. അടുത്തത് കള്ളിച്ചെടിയാണ്. വാസ്തുശാസ്ത്ര പ്രകാരം കള്ളിച്ചെടി ഒരിക്കലും വീട്ടിൽ നടാൻ പാടില്ലാത്തൊരു സസ്യമാണ്. ഭംഗിക്കായാലും ഏത് കാര്യത്തിനായാലും കള്ളിച്ചെടി നടാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ ഒടിക്കുമ്പോൾ പാല് വരുന്ന തരത്തിലുള്ള ചെടികളും നടാൻ പാടുള്ളതല്ല. നെഗറ്റീവ് എനർജിയാണ് ഇത് നമ്മുടെ ഭവനത്തിലേക്കും അല്ലെങ്കിൽ ഭവനത്തിലുള്ള അംഗങ്ങളിലേക്കും അതും കൂടാതെ ആ ചുറ്റുപാടിൽ ഉണ്ടാക്കുന്നത്. ഇത് നട്ടു പരിപാലിക്കുന്നത് എന്നാൽ അത് വളർന്നു വരുന്ന സ്ഥലത്ത് നെഗറ്റീവ് ഊർജ്ജമാണ് തളം കെട്ടി നിൽക്കുന്നത്. നെഗറ്റീവ് ഊർജ്ജം വീടിനും പരിസരത്തും തളം കെട്ടുക നിമിത്തം ഈ ചെടി വളർന്ന നിമിത്തം ഇത് നെഗറ്റീവ് ഊർജ്ജത്തിന് കാരണമാവുകയും നമ്മുടെ ഭവനത്തിലേക്ക് ദൗർഭാഗ്യത്തെ കൊണ്ടുവരുന്നത്, അതായത് ഭാഗ്യമില്ലാത്ത അവസ്ഥ, എന്തിനും ഏതിനും പ്രശ്നങ്ങൾ, ഒരു ഭാഗ്യമെന്ന് പറഞ്ഞ കാര്യം ജീവിതത്തിൽ കാണാൻ സാധിക്കാത്ത അവസ്ഥ. ഈ കള്ളിച്ചെടിയൊക്കെ നട്ടുപിടിപ്പിക്കുന്നത് കണ്ണ് ബാധിക്കാതിരിക്കാൻ, കണ്ണീർ വരാതിരിക്കാനൊക്കെ ആയിരിക്കും. വീടിന് പുതിയൊരു വീടാണെങ്കിൽ പോലും കണ്ണീർ വരാതിരിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ വയ്ക്കാറുണ്ട് ഒരു പ്രൊട്ടക്ഷനായിട്ട്. പക്ഷേ ഈ ഒരു കാര്യം വളർന്നു വരിക നിമിത്തം ദൗർഭാഗ്യങ്ങളൊക്കെ വന്ന് ഭവിക്കുന്നതിന് കാരണമാകും. അതുകൊണ്ട് ഇതൊക്കെ കെട്ടിത്തൂക്കിയിടാം. കള്ളിച്ചെടി ആയാലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീടിന് കണ്ണീർ തട്ടാതിരിക്കത്തക്ക രീതിയിലുള്ള പല കാര്യങ്ങളും കടയിലൊക്കെ വാങ്ങിക്കാനൊക്കെ കിട്ടും. അതൊക്കെ കെട്ടിത്തൂക്കിയിടുന്നത് കൂടാതെ ഇങ്ങനെയുള്ള കള്ളിച്ചെടി നട്ടുപരിപാലിക്കാൻ ആരും ശ്രമിക്കാതിരിക്കുക. ഇങ്ങനെ ചെയ്യുക നിമിത്തം ദൗർഭാഗ്യങ്ങൾ അടിക്കടി വീട്ടിലേക്ക് വന്ന്, കാരണം ഒരു പോസിറ്റീവ് എനർജി അല്ല ഇത് നിമിത്തം ഉണ്ടാകുന്നത്, നെഗറ്റീവ് ഊർജ്ജമാണ് ഇത് ചൊരിയുന്നത്. ഇത് നിമിത്തം ആ ഒരു വീടും പരിസരവും ആ വീട്ടിൽ കഴിയുന്ന അംഗങ്ങൾക്കുമൊക്കെയും പല വിധത്തിലുള്ള ദൗർഭാഗ്യങ്ങളാണ് വന്നു ഭവിക്കുന്നത്. അതുകൊണ്ട് കള്ളിച്ചെടി പാടില്ല. അടുത്തത് മൈലാഞ്ചി ചെടിയാണ്. മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കാനും കൈക്ക് ഭംഗി കൂട്ടാനും അല്ലെങ്കിൽ കൈ മനോഹരമാക്കാനും ഒക്കെയാണ് നമ്മൾ മൈലാഞ്ചി ഉപയോഗിക്കുന്നത്. എന്നാൽ പോലും വാസ്തുശാസ്ത്ര പ്രകാരം ദുഷ്ടശക്തികൾ അല്ലെങ്കിൽ ദുരാത്മാക്കൾ മൈലാഞ്ചി ചെടിയിൽ വസിക്കുന്നു എന്നാണ് വാസ്തു പറയുന്നത്. അതുകൊണ്ട് തന്നെ മൈലാഞ്ചി ചെടി വീടിന് സമീപം പാടില്ല. അങ്ങനെ നടുക നിമിത്തം അതിലേക്ക് ദുരാത്മാക്കൾ വരാനും അത് രാത്രികാലങ്ങളിൽ കുട്ടികളിലേക്ക് അത് ബാധിക്കുവാനും അതുവഴി കുട്ടികൾക്ക് അടിക്കടി കരച്ചിലുകൾ, അസുഖങ്ങൾ, പെട്ടെന്നുള്ള ഭയപ്പാട് ഒക്കെയും വന്നു ഭവിക്കുന്നതിന് കാരണമാകും. അതുകൊണ്ട് മൈലാഞ്ചി ചെടിയും പാടില്ല. മുടിക്ക് ആരോഗ്യം കൂട്ടാനായിട്ട് മൈലാഞ്ചി അരച്ചിടാറുണ്ട്. കൈക്ക് ഭംഗി കൂട്ടാനായിട്ട് മെഹന്തി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് മൈലാഞ്ചി ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ ഇരിക്കെ പക്ഷേ ഇവിടെ വാസ്തുശാസ്ത്ര പ്രകാരം പറയുകയാണെങ്കിൽ വീട്ടിൽ നട്ടുപരിപാലിക്കാൻ പറ്റിയ ഒരു സസ്യമല്ല മൈലാഞ്ചി. അതിൽ ദുരാത്മാക്കൾ ഒരു വാസം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ളതിനാലാണ് ഇത് വീട്ടിൽ നട്ടുവളർത്താൻ പാടില്ല എന്ന് പറയാം. അതുപോലെ തന്നെ അടുത്തത് പരുത്തി. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടുവരുന്നതിന് പരുത്തി ചെടി നട്ടു വളർത്തുന്നത് നിമിത്തം സാധ്യമാകും. അതുകൂടാതെ ആസ്മ പോലെയുള്ള അസുഖങ്ങളൊക്കെയുള്ള ആളുകളുള്ള വീടുകളിലും ഇത് ആരോഗ്യപരമായി പറയുകയാണെങ്കിലും ഇവിടെ നമ്മൾ വാസ്തുശാസ്ത്രമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് നട്ടു പരിപാലിക്കാനും കഴിയുന്നത് തുളസി, നെല്ലി, അതുപോലെ വാഴ, ഇതൊക്കെയും നട്ടു പരിപാലിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഈശ്വരാധീനം ഉണ്ടാകും, പോസിറ്റീവ് എനർജിയുടെ ആകിരണം ഉണ്ടാകും. അത് ആ വീട്ടിലും ആ ഭവനത്തിൽ ഉള്ള എല്ലാവർക്കും പല ഗുണങ്ങളായിരിക്കും പ്രദാനം ചെയ്യുന്നത്. ആരോഗ്യ സംബന്ധമായിട്ട് വേപ്പൊക്കെ ആണെങ്കിൽ ആരോഗ്യ സംബന്ധമായിട്ടായാലും അതേപോലെ തന്നെ സാമ്പത്തിക ഭദ്രതയായാലും വാസ്തു സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായും ഇത് വർത്തിക്കും. അതുകൊണ്ട് തന്നെ ഇവയൊക്കെ നട്ടുപിടിപ്പിക്കാം. അതിന് മുന്നേ പറഞ്ഞ മൈലാഞ്ചി, കള്ളിച്ചെടി, പരുത്തി, ഈന്തപ്പന അങ്ങനെയുള്ള വസ്തുക്കൾ, അതായത് ചെടികൾ ഒന്നും തന്നെ ഭവനത്തിൽ അല്ലെങ്കിൽ മരങ്ങൾ, പുളി, ഇതൊന്നും തന്നെ ഭവനത്തിൽ നട്ട് പരിപാലിക്കുവാൻ പാടുള്ളതല്ല. അപ്പോൾ ഏവരുടെ അറിവിലേക്ക് ഇത് എത്തിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അത് ഭവനത്തിൽ നട്ടു വളർത്താൻ പുതുതായി തുടങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിലേക്ക് കൂടിയാണിത് പറഞ്ഞു തന്നത്. നന്ദി.